നമസ്കാരം. ഇന്നത്തെ സമഗ്ര വാർത്തകളുമായി ഉച്ചവാർത്ത ആരംഭിക്കുന്നു. ആദ്യം പ്രധാന വാർത്തകളിലേക്ക്. സംസ്ഥാനത്തെ RTO ഓഫീസുകളിൽ വിജിലൻസ് റെയ്ഡ്. ഓപ്പറേഷൻ ക്ലീൻ വീൽസിൽ കണ്ടെത്തിയത് 14 ലക്ഷത്തിലേറെ രൂപ. കാക്കനാട് RTO ഓഫീസ് ഉദ്യോഗസ്ഥന്റെ ഫോണിൽ നിന്ന് 8 ലക്ഷം രൂപയുടെ UPI ഇടപാട് കണ്ടെത്തി. പണം കൂടുതലും നൽകിയത് വാഹന ഡീലർമാരും ഡ്രൈവിംഗ് സ്കൂൾ ഉടമകളും. സൂയിസൈഡ് ചെയ്യാൻ പോലുള്ള ധൈര്യമില്ല എനിക്ക്. ചവിട്ടി കൂട്ടി തന്നെ ഡിസ്റ്റർബൻസ് ആണ് ഉറങ്ങുന്നതിനെന്നും പറഞ്ഞു. ഷാർജയിൽ ആത്മഹത്യ ചെയ്ത അതുല്യ ഭർത്താവ് സതീഷിൽ നിന്ന് അനുഭവിച്ചത് കൊടിയ പീഡനം. ഡിജിറ്റൽ തെളിവുകൾ കുടുംബം പോലീസിന് കൈമാറി. സതീഷിനെതിരെ കൊലക്കുറ്റത്തിന് കേസ്. കണ്ണൂർ ചെമ്പല്ലിക്കുണ്ടിൽ കുഞ്ഞുമായി അമ്മ പുഴയിൽ ചാടി. അമ്മ റിമയുടെ മൃതദേഹം കിട്ടി. 2.5 വയസ്സുള്ള കുഞ്ഞിനായി തെരച്ചിൽ. കാന്തപുരം എന്ത് കുന്തമെടുത്തെറിഞ്ഞാലും താൻ പറയാനുള്ളത് പറയുമെന്ന് വെള്ളാപ്പള്ളി നടേശൻ. ജാതി സെൻസസിനൊപ്പം സാമ്പത്തിക സെൻസസ് കൂടി വേണമെന്നും വെള്ളാപ്പള്ളിയെ രൂക്ഷമായി വിമർശിച്ച VD സതീശൻ. വെള്ളാപ്പള്ളിയുടേത് മുഖ്യമന്ത്രിയുടെ വാക്കുകളെന്നും കേരളത്തെ വർഗീയമായി ഭിന്നിപ്പിക്കുന്നുവെന്നും പ്രതിപക്ഷ നേതാവ്. തിരുവനന്തപുരം നെടുമങ്ങാട് പൊട്ടിവീണ വൈദ്യുത കമ്പിയിൽ നിന്ന് ഷോക്കേറ്റ 19-കാരന് ദാരുണാന്ത്യം. മരിച്ചത് പനിയമുട്ടം സ്വദേശി അക്ഷയ്. വൈദ്യുത കമ്പി റോഡിലേക്ക് വീണത് ഒടിഞ്ഞ മരം പോസ്റ്റിലേക്ക് പതിച്ച്. ചീഫ് എഞ്ചിനീയർ അന്വേഷിക്കുമെന്ന് വൈദ്യുതി മന്ത്രി K. കൃഷ്ണൻകുട്ടി. കൊല്ലം തേവലക്കരയിൽ മിഥുൻ ഷോക്കേറ്റ് മരിച്ച സംഭവത്തിൽ സ്കൂൾ മാനേജ്മെന്റിനെയും KSEBയെയും സ്കൂളിന് ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് നൽകിയ പഞ്ചായത്ത് അസിസ്റ്റന്റ് എഞ്ചിനീയറെയും പ്രതി ചേർക്കും. ശാസ്താംകോട്ട DYSPയുടെ നേതൃത്വത്തിൽ 6-അംഗ പ്രത്യേക സംഘം അന്വേഷിക്കും. മിഥുന്റെ മരണത്തിന് കാരണമായ വൈദ്യുതി ലൈൻ KSEB ഉദ്യോഗസ്ഥർ അഴിച്ചുമാറ്റി. സ്കൂൾ തിങ്കളാഴ്ച തുറക്കും. മുഖ്യമന്ത്രി പിണറായി വിജയനും ഗവർണർ രാജേന്ദ്ര അർലേക്കറുമായുള്ള നിർണായക കൂടിക്കാഴ്ച ഇന്ന്. സ്ഥിരം താൽക്കാലിക VCമാരുടെ നിയമനം, കേരള സർവകലാശാലയിലെ VC രജിസ്ട്രാർ തർക്കം ഉൾപ്പെടെ ചർച്ചയ്ക്ക്. കൂടിക്കാഴ്ച വൈകിട്ട് 3:30 രാജ്ഭവനിൽ. വിശദമായ വാർത്തകളിലേക്ക്. സംസ്ഥാനത്തെ RTO ഓഫീസുകളിൽ വിജിലൻസ് റെയ്ഡ്. 81 ഓഫീസുകളിൽ നടത്തിയ ഓപ്പറേഷൻ ക്ലീൻ വീൽസിൽ ഏജന്റുമാരിൽ നിന്നടക്കം പിടിച്ചെടുത്തത് 14 ലക്ഷത്തിലേറെ രൂപയാണ്. 7 ലക്ഷം രൂപ കൈമാറിയത് ഗൂഗിൾ പേ വഴിയാണ്. കിരൺ കുമാർ ചേരുകയാണ് കൂടുതൽ വിവരങ്ങളുമായി. കിരൺ, വലിയ ക്രമക്കേടാണ് കണ്ടെത്തിയിട്ടുള്ളത്. എന്തൊക്കെയാണ് വിവരങ്ങൾ? ശ്രീജ, ഓപ്പറേഷൻ ക്ലീൻ വീൽസ് എന്ന പേരിലാണ് വിജിലൻസ് MVD ഓഫീസുകളിൽ പരിശോധന നടത്തിയത്. ഇന്നലെ ആരംഭിച്ച പരിശോധന ഇന്നും തുടരുകയാണ്. ഇതിനിടയിലാണ് എറണാകുളം കാക്കനാട് പ്രവർത്തിക്കുന്ന RTO ഓഫീസിലെ MBIയിൽ നിന്ന് 7 ലക്ഷം രൂപ ഇത്തരത്തിൽ പിടിച്ചെടുത്തിരിക്കുന്നത്. ഈ 7 ലക്ഷം രൂപയോളം ഇയാൾക്ക് UPI പണമിടപാട് വഴി ലഭിച്ചതായിട്ടാണ് കണ്ടെത്തിയിരിക്കുന്നത്. ഈ പണം നൽകിയിട്ടുള്ളത് വിവിധ ഘട്ടങ്ങളിലായിട്ട് ഡ്രൈവിംഗ് സ്കൂൾ ഉടമസ്ഥരും ഒപ്പം തന്നെ വാഹന ഡീലർമാരുമാണ് നൽകിയിരിക്കുന്നത്. വിവിധ സേവനങ്ങൾ ഒരുക്കുന്നതിന് വേണ്ടിയാണ് ഇത്തരത്തിൽ MBI ഉദ്യോഗസ്ഥന് പണം നൽകിയത് എന്നാണ് കണ്ടെത്തിയിരിക്കുന്നത്. ഏതായാലും നേരത്തെ തന്നെ വലിയ വ്യാപകമായിട്ടുള്ള പരാതികൾ MVD ഉദ്യോഗസ്ഥർക്കെതിരായിട്ട് ഉയർന്നിരുന്നു. ഓൺലൈൻ സേവനങ്ങൾ വൈകിപ്പിക്കുക വഴി ഏജന്റുമാർക്ക് സഹായങ്ങൾ ഒരുക്കുന്നു എന്ന പരാതികൾ ഉയർന്നിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് കഴിഞ്ഞ ദിവസം പരിശോധന ആരംഭിച്ചത്. സംസ്ഥാന വ്യാപകമായി 81 ഓഫീസുകളിൽ റെയ്ഡ് നടത്തിയിരുന്നു. ഇതിൽ നിന്നാണ് 14 ലക്ഷം രൂപയോളം ഉള്ള ക്രമക്കേടുകൾ ഏതായാലും കണ്ടെത്തിയിരിക്കുന്നത്. എറണാകുളത്ത് നിന്ന് മാത്രം ഒരു ഉദ്യോഗസ്ഥനിൽ നിന്ന് മാത്രമാണ് ഈ 7 ലക്ഷം രൂപയുടെ പണമിടപാട് കണ്ടെത്തിയിരിക്കുന്നത്. സംസ്ഥാനത്തെ RTO ഓഫീസുകളിൽ വിജിലൻസ് റെയ്ഡ് നടത്തി. 81 ഓഫീസുകളിൽ നടത്തിയ റെയ്ഡിൽ 14 ലക്ഷത്തിലേറെ രൂപയുടെ തിരിമറിയാണ് കണ്ടെത്തിയത്. വിവരങ്ങളുമായി ഒപ്പം ചേരുകയായിരുന്നു കിരൺ കുമാർ. മറ്റൊരു പ്രധാന വാർത്തയിലേക്ക്. ഷാർജയിൽ ആത്മഹത്യ ചെയ്ത നിലയിൽ കണ്ടെത്തിയ അതുല്യയുടെ ബന്ധുക്കൾ ദുരൂഹത ആരോപിച്ചു നൽകിയ പരാതിയിൽ പോലീസ് കേസെടുത്തു. അതുല്യയെ ഭർത്താവ് സതീഷ് നിരന്തരം മദ്യപിച്ചെത്തി ശാരീരിക പീഡനത്തിന് വിധേയയാക്കിയത് വീഡിയോ ദൃശ്യങ്ങൾ സഹിതം തെളിവായി പരാതിക്കൊപ്പം നൽകിയിട്ടുണ്ട്. വിവരങ്ങളുമായി സുധീഷ് ചേരും. അതിനു മുൻപ് അതുല്യയുടെ അച്ഛൻ്റെയും അമ്മയുടെയും പ്രതികരണത്തിലേക്ക്. നടപടി വേണം, എൻ്റെ കുഞ്ഞിന് നീതി കിട്ടണം. ഒരിക്കലും എൻ്റെ കുഞ്ഞ് ആത്മഹത്യ ചെയ്യത്തില്ല. ഇത്രയും വർഷം എൻ്റെ കുഞ്ഞ് ശാരീരികവും മാനസികമായ പീഡനം അതിനുള്ള ശിക്ഷ അവന് നേടിക്കൊടുക്കണം. അതിൻ്റെ കൂടെ എത്രയും പെട്ടെന്ന് എൻ്റെ കുഞ്ഞിനെ നാട്ടിൽ അവിടുത്തെ നടപടിക്രമമൊക്കെ പൂർത്തിയാക്കി നാട്ടിലെത്തിക്കാനുള്ള ഒരു സംവിധാനം ഉണ്ടാക്കി തരണം.
ഇവൻ പക്വത പ്രായം കൂടുന്തോറും അവന് അപക്വമായിട്ട് വരിക. സാധാരണ പ്രായം കൂടുന്തോറും പക്വതമായിട്ടല്ലേ വരണ്ടേ നമ്മൾ. പ്രായം കൂടുന്തോറും അപക്വമായിട്ടാണ് വരുന്നത് അവൻ്റെ മദ്യപാനവും ആക്രമണവും ഒക്കെ. അപ്പോൾ പിന്നെ നമുക്ക് ഒന്നും ചെയ്യാനൊക്കാത്ത ഒരവസ്ഥ ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത്. നമ്മൾ പിന്നെ അനിയത്തി അവിടെ ഉണ്ടല്ലോ, അവിടെ അവരിച്ചിരി ദൂരവുമാണ്. പെട്ടെന്ന് അങ്ങോട്ട് ഓടിപ്പോകാനും വരാനൊന്നും പറ്റുന്ന ഒരു സാഹചര്യം അല്ല. ഷാർജ രണ്ടുപേരും സജ്ജനാണെങ്കിലും. പിന്നെ സുധീഷ് കുമാർ ചേരുകയാണ് കൂടുതൽ വിവരങ്ങളുമായി. സുധീഷ്, ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളാണ് ഈ അതുല്യയുടെ അച്ഛനും അമ്മയും പറയുന്നത്. അതനുസരിച്ചാണെങ്കിൽ ഒരുപാട് സഹിച്ചിട്ടുണ്ട് ആ പെൺകുട്ടി. പക്ഷേ അതെല്ലാം കുടുംബത്തിനെ നാട്ടുകാരിൽ നിന്ന് സംരക്ഷിക്കാനായി മറച്ചു വെക്കണമെന്നവർ ആവശ്യപ്പെടുന്നു. അത്തരത്തിൽ അവിടെ നിന്ന് തിരുത്തലുകൾ ആവശ്യമായി വരികയാണ്. എന്തൊക്കെയായാലും ഈ അതുല്യയുടെ മൃതദേഹം ഇപ്പോൾ ഷാർജയിലാണ് ഉള്ളത് എന്നാണ് അറിയാൻ കഴിയുന്നത്. ഈ നടപടിക്രമങ്ങളൊക്കെ എങ്ങനെയാണ്? തീർച്ചയായും ഷാർജയിലാണ് അതുല്യയുടെ മൃതദേഹം ഉള്ളത്. അതുകൊണ്ട് തന്നെ നിയമപരമായ കുറേ ഘട്ടങ്ങൾ പൂർത്തീകരിച്ചാൽ മാത്രമേ ഈ മൃതദേഹം വീട്ടിലേക്ക് കൊണ്ടുവരുന്നതിനുള്ള അതിനായുള്ള തയ്യാറെടുപ്പുകളിലാണ് ബന്ധുക്കൾ. ഷാർജയിൽ തന്നെയുള്ള അതുല്യയുടെ മറ്റ് ബന്ധുക്കൾ ഒക്കെ ഇക്കാര്യത്തിൽ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ തുടങ്ങിയിട്ടുണ്ട് എന്നാണ് അറിയാൻ കഴിയുന്നത്. വളരെ പെട്ടെന്ന് തന്നെ മൃതദേഹം അവിടെ നിന്നും നാട്ടിലേക്ക് എത്തിക്കുന്നതിനുള്ളൊരു സംവിധാനം ഒരുക്കുന്നത്. ഒപ്പം അതുല്യയുടെ കുഞ്ഞ് അതുല്യയുടെ അച്ഛൻ്റെയും അമ്മയുടെയും കൂടെ നാട്ടിലാണുള്ളത്. ഭർത്താവ് മാത്രമായിരുന്നു ഒപ്പം വിദേശത്തുണ്ടായിരുന്നത്. ഈ ഒരു സാഹചര്യത്തിലായിരുന്നു ഏറെ പീഡനങ്ങൾ അതുല്യയ്ക്ക് നേരിടേണ്ടി വന്നിരുന്നത്. വളരെ വലിയ രീതിയിലുള്ള ഒരു ഗുരുതരമായ ശാരീരിക പീഡനങ്ങൾ ഏൽക്കേണ്ടി വന്നൊരു സ്ത്രീ കൂടിയായിരുന്നു അതുല്യ. അത്തരത്തിൽ ഞെട്ടിക്കുന്ന വിവരങ്ങളടങ്ങിയ വീഡിയോ ദൃശ്യങ്ങളും ഒപ്പം തന്നെ ഈ പീഡന വിവരങ്ങൾ പുറത്തു പറഞ്ഞുകൊണ്ടുള്ള ശബ്ദ സന്ദേശങ്ങളും ഒക്കെ പുറത്തു വന്നിരുന്നു. ഇതിൽ നിന്നൊക്കെ വ്യക്തമാണ് എത്രത്തോളം ഒരു പീഡനമായിരുന്നു ആ കുട്ടി ഷാർജയിൽ നേരിട്ടിരുന്നത് എന്നുള്ളതാണ്. ആ വിവരം തന്നെയാണ് രക്ഷിതാക്കളും ഇപ്പോൾ നമ്മളോട് പങ്കുവച്ചിരിക്കുന്നത്. ഒപ്പം തന്നെ ഇതിന് ആവശ്യമായ നിയമ നടപടികളുമായി മുന്നോട്ട് പോകുന്നതിന് തന്നെയാണ് ഈ രക്ഷിതാക്കളുടെ തീരുമാനം. എത്രയും പെട്ടെന്ന് അതുല്യയുടെ മൃതദേഹം നാട്ടിലെത്തിക്കുന്നതിനുള്ള തയ്യാറെടുപ്പുകൾ ഇപ്പോൾ പൂർത്തിയാക്കി വരുന്നു എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. ഏതായാലും ഈ വ്യക്തിക്കെതിരെ അതുല്യയുടെ ഭർത്താവിനെതിരെ സ്ത്രീധന പീഡനം, മാനസിക പീഡനം ഒക്കെയുള്ള കേസുകൾ ചുമത്തി പോലീസ് ഇവിടെ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. എങ്കിൽ പോലും ഇയാൾ ഷാർജയിലാണ്. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള നിയമ നടപടി സംവിധാനങ്ങൾ കൂടുതൽ പൂർത്തീകരിക്കേണ്ടതുണ്ട്. ലുക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവിക്കുന്നതിനുള്ള അടക്കമുള്ള സംവിധാനങ്ങളിലേക്ക് പോലീസ് കടക്കുമെന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. ശ്രീജ, എന്തായാലും അതുല്യയുടെ ബന്ധുക്കൾ ദുരൂഹത ആരോപിച്ചു നൽകിയ പരാതിയിൽ പോലീസ് കേസെടുത്തിട്ടുണ്ട് എന്ന് തന്നെയാണ് സുധീഷ് റിപ്പോർട്ട് ചെയ്യുന്നത്. അതുല്യ സുഹൃത്തിന് അയച്ച ശബ്ദ സന്ദേശം എന്തായാലും പുറത്തു വന്നിട്ടുണ്ട്. അതുതന്നെയാണ് ഏറ്റവും വലിയൊരു നിർണായക തെളിവാകുന്നതും. ഭർത്താവിൻ്റെ പീഡന വിവരങ്ങളാണ് ഇതിലുള്ളത്. എന്താണ് നോക്കാം. ഇത്രയൊക്കെ കാണിച്ചിട്ട് അയാളുടെ കൂടെ തന്നെ അയാളുടെ കൂടെ നിൽക്കേണ്ടി വരുന്ന അവസ്ഥയാണ്. പറ്റുന്നില്ല. സൂയിസൈഡ് ചെയ്യാൻ പോലുള്ള ധൈര്യമില്ല എനിക്ക്. ഇന്നലെ നീ വിളിച്ചു വെച്ചതിന് ശേഷം ഞാൻ അമ്മയെ വിളിച്ചിടി. അയാളെ ഉറങ്ങാനായിട്ട് കിടന്നു. ഞാൻ പറഞ്ഞില്ല, ഞാൻ അടുത്ത് മിണ്ടാത്തൊന്നുമില്ലായിരുന്നു. ഞാൻ താഴെ കിടക്കുമായിരുന്നു. അമ്മ ഞാൻ പുതപ്പ് മൂടിയ സംസാരിച്ച അമ്മയെടുത്ത് നീ പോയ കാര്യങ്ങളൊക്കെ അതിനയാൾ ചവിട്ടി കൂട്ടി തന്നെ അയാൾക്ക് ഡിസ്റ്റർബൻസ് ആണ് ഉറങ്ങുന്നതിനെന്നും പറഞ്ഞു. എനിക്ക് വയ്യാടി, അനങ്ങാൻ വയ്യ, വയറെല്ലാം ചവിട്ടി. അതുല്യയുടെയും വിഭജികയുടെയും മരണം ആശങ്കാജനകമെന്ന് PC വിഷ്ണുനാഥ് MLA. രണ്ടുപേരും പീഡനങ്ങൾക്കിരയായിരുന്നു എന്നതാണ് ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാകുന്നത്. നീതി കിട്ടാൻ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ഇടപെടൽ വേണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. കൊല്ലത്തുനിന്ന് തന്നെയുള്ള ഏറ്റവും വേദനാജനകമായ രണ്ടാമത്തെ വാർത്തയാണ്. വിഭജിക എൻ്റെ നിയോജക മണ്ഡലത്തിലെ എന്നുള്ള കുട്ടിയാണ്. ഞാൻ ആ വീട്ടിൽ പോവുകയും ആ മാതാവിൻ്റെ ദുഃഖം നേരിട്ട് കാണുകയും അറിയുകയും ചെയ്ത ഒരാളാണ്. ക്രൂരമായ പീഡനമാണ് വിഭജിക ഭർത്താവിൽ നിന്ന് നേരിടേണ്ടി വന്നത്. അയാളൊരു സൈക്കോ ആണെന്ന് തോന്നുന്ന തരത്തിലാണ് എനിക്ക് അയാളുടെ വിവിധ ചിത്രങ്ങളൊക്കെ ഈ മാതാവിന് മകൾ നേരത്തെ അയച്ചു കൊടുത്തത് എന്നെ ഒരു ഫോണിൽ കാണിക്കുകയുണ്ടായി. ഇപ്പോൾ അതുല്യയുടെ സംഭവത്തിലും മനസ്സിലാക്കാൻ കഴിയുന്നത്, അതും ദൃശ്യങ്ങളും നമ്മൾ കാണുന്നുണ്ട്, ക്രൂരമായ പീഡനമാണ് ലഹരിക്ക് അടിമയായ ഭർത്താവിൽ നിന്നും ആ സഹോദരി സഹിക്കേണ്ടി വന്നത്.
തിരുവനന്തപുരം നെടുമങ്ങാട് വൈദ്യുത ലൈനിൽ നിന്ന് ഷോക്കേറ്റ് വിദ്യാർത്ഥി മരിച്ചു. പനിയമുട്ടം സ്വദേശി അക്ഷയാണ് മരിച്ചത്. കാറ്ററിംഗ് ജോലി കഴിഞ്ഞ് വരവേ രാത്രി 12 മണിയോടെ റോഡിൽ പൊട്ടി വീണ ലൈൻ കമ്പിയിൽ നിന്നാണ് ഷോക്കേറ്റ് മരിച്ചത്. അക്ഷയ്ക്കൊപ്പം ബൈക്കിൽ സഞ്ചരിച്ചിരുന്ന 2 പേർ പരിക്കുകളോടെ രക്ഷപ്പെട്ടു. നെടുമങ്ങാട് പനയമുട്ടം സ്വദേശിയായ അക്ഷയും 2 സുഹൃത്തുക്കളും ബൈക്കിൽ കാറ്ററിംഗ് ജോലി കഴിഞ്ഞു മടങ്ങവെയാണ് അപകടത്തിൽപ്പെട്ടത്. രാത്രി 12 മണിയോടെ പാമ്പാടി ജുമാ മസ്ജിദിന് മുന്നിൽ മരം ഒടിഞ്ഞു വീണ് പോസ്റ്റ് തകർന്ന ഇലക്ട്രിക് ലൈൻ നിലംപതിക്കുകയായിരുന്നു. റോഡിൽ വീണ മരത്തിലിടിച്ചാണ് ബൈക്ക് അപകടത്തിൽപ്പെട്ടതെന്ന് അക്ഷയ്ക്കൊപ്പമുണ്ടായിരുന്ന സുഹൃത്ത് അമൽ പറഞ്ഞു. പാസ് ചെയ്ത് അടുത്തെത്തിയപ്പോഴാണ് ഒരു പോസ്റ്റും കിടക്കുന്ന റബ്ബർ കിടക്കുന്ന ഒരു മരം ഒടിഞ്ഞ് കിടക്കുന്ന കണ്ടത്. നമുക്ക് പെട്ടെന്ന് ബ്രേക്ക് പിടിച്ചിട്ട് നിർത്താൻ പറ്റില്ല, കാരണം അത്ര അടുത്തെത്തിയിട്ടാണ് കണ്ടത്. വേറെ വെളിച്ചമൊന്നും ഇല്ലായിരുന്നു, ബൈക്കിന്റെ വെട്ടം മാത്രമേ ഉള്ളായിരുന്നു. അടിയിൽ ഇടിച്ച് നമ്മൾ 2 പേര് തെറിച്ച് വീണായിരുന്നു. തെറിച്ച് വീണിട്ട് നമ്മൾ ഇവനെ ചെന്ന് കിച്ചുവിനെ ചെന്ന് പൊക്കിയെടുക്കാൻ ശ്രമിച്ചിട്ടും അപ്പോൾ എന്റെ കൂടെ ഉണ്ടായിരുന്ന ചേട്ടന് ഷോക്കടിച്ച് എനിക്ക് ഷോക്കടിച്ച് അവനെ എടുക്കാൻ പറ്റിയില്ലായിരുന്നു. മരങ്ങൾ മുറിച്ചു മാറ്റണമെന്ന് ആവശ്യപ്പെട്ടിരുന്നതാണെന്നും പോസ്റ്റിന് കാലപ്പഴക്കമുള്ളതാണെന്നും നാട്ടുകാർ വ്യക്തമാക്കി. നമ്മൾ 6 മാസം അറിയിച്ചൊരു കേസാണ്. തൊട്ടടുത്ത് ഈ ദർശന കുട്ടികളൊക്കെ പഠിക്കുന്നുണ്ട്. അപ്പോൾ അതുമായി നമ്മൾ പല പ്രാവശ്യം കക്ഷിയുടെ പറഞ്ഞിട്ട് കക്ഷി അത് മുറിക്കാൻ തയ്യാറായിട്ടില്ല. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് നമ്മൾ ഒരു പരാതി മുകളിലേക്ക് ഇനിയിപ്പോൾ നടപടിയെടുത്ത് മുമ്പോട്ട് പോകുക തന്നെ ചെയ്യും. സ്ഥലം MLA DK മുരളിയും അപകട സ്ഥലം സന്ദർശിച്ചു. പ്രോപ്പർട്ടിയിലൊരു മരമാണ് ഒടിഞ്ഞു വീണത്. അവിടെ മരങ്ങൾ മുറിച്ചു മാറ്റണമെന്ന് ആവശ്യപ്പെട്ടിട്ട് അവരത് ചെവിക്കൊണ്ടില്ല എന്നൊരു വാർത്തയും കേൾക്കുന്നുണ്ട്. അതെല്ലാം ഈ സന്ദർഭത്തിൽ അന്വേഷിക്കേണ്ടത് തന്നെയാണ്. നമുക്കേതായാലും ഇപ്പോൾ ഒരു ചെറുപ്പക്കാരൻ്റെ ജീവൻ നഷ്ടപ്പെട്ടു. ആ കുടുംബത്തോടൊപ്പം നിന്ന് അവരെ ആശ്വസിപ്പിക്കുക എന്നുള്ളതാണ് പ്രാഥമികമായ ഒരു കടമ. നെടുമങ്ങാട് ജില്ലാ ആശുപത്രിയിൽ ഇൻക്വസ്റ്റ് നടപടികൾക്ക് ശേഷം അക്ഷയയുടെ മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. അമൃത ന്യൂസ്, തിരുവനന്തപുരം. തേവലക്കരയിലെ മിഥുന്റെ മരണത്തിൽ കുറ്റകരമായ നരഹത്യയ്ക്ക് കേസെടുക്കാൻ തീരുമാനിച്ച അന്വേഷണ സംഘം മാനേജ്മെന്റ് ഭാരവാഹികൾ, KCB ഉദ്യോഗസ്ഥർ, പഞ്ചായത്ത് അസിസ്റ്റന്റ് എഞ്ചിനീയർ എന്നിവരെ പ്രതി ചേർക്കും. ആദ്യഘട്ടത്തിൽ അസ്വാഭാവിക മരണത്തിനാണ് കേസ് രജിസ്റ്റർ ചെയ്തിരുന്നത്. അതേസമയം സ്കൂൾ മാനേജ്മെന്റ് കുടുംബത്തിന് 10 ലക്ഷം രൂപ ധനസഹായം പ്രഖ്യാപിച്ചു. സംഭവത്തിൽ വിദ്യാഭ്യാസ വകുപ്പിന്റെ നോട്ടീസിന് നാളെ മറുപടി നൽകുമെന്നും സ്കൂൾ മാനേജ്മെന്റ് അറിയിച്ചു. കഴിഞ്ഞ ദിവസം സ്കൂളിലൂടെ കടന്നുപോയ വൈദ്യുതി ലൈൻ അഴിച്ചു മാറ്റിയിരുന്നു. എന്നാൽ കേബിളിംഗ് ജോലികൾ പൂർത്തിയാക്കാനുണ്ട്. അതുകൊണ്ട് തന്നെ തേവലക്കര ബോയ്സ് ഹൈസ്കൂളിന് നാളെ കൂടി അവധി നൽകാനാണ് സ്കൂൾ മാനേജ്മെന്റ് തീരുമാനം. കാന്തപുരം എന്ത് കുന്തമെടുത്തെറിഞ്ഞാലും താൻ പറയാനുള്ളത് പറയുമെന്ന് SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ. തനിക്കൊരു രാഷ്ട്രീയ മോഹവുമില്ല. ഓരോ സമുദായവും എവിടെ നിൽക്കുന്നു എന്നറിയാൻ ജാതി സെൻസസിനൊപ്പം സാമ്പത്തിക സെൻസസ് കൂടി വേണമെന്നും വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞു. വെള്ളാപ്പള്ളി നടേശനെ രൂക്ഷമായി വിമർശിച്ച് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. മുഖ്യമന്ത്രി പറഞ്ഞു കൊടുക്കുന്നതാണ് വെള്ളാപ്പള്ളി പറയുന്നത്. വർഗീയ പരാമർശങ്ങളിൽ നിന്ന് അദ്ദേഹം പിന്മാറണമെന്നും പ്രതിപക്ഷ നേതാവ് ആവശ്യപ്പെട്ടു. ഗുരുദേവൻ എന്താണ് പറയാൻ പാടില്ല എന്ന് പറഞ്ഞത് അതാണ് അദ്ദേഹം പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് ആര് പറഞ്ഞിട്ടാണെന്ന് ഞങ്ങൾക്കറിയാം. ഇത് മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ നറേറ്റീവാണ്. ഈ സാധനം അദ്ദേഹം ഡൽഹിയിൽ PR ഏജൻസികളെ കൊണ്ട് പറയിപ്പിച്ചതും ഹിന്ദുവിൽ ഡൽഹിയിൽ കൊടുത്ത ഇൻ്റർവ്യൂവും കേരളത്തിലെ CPM നേതാക്കൾ മലപ്പുറത്തിനെതിരായിട്ടുള്ള വ്യാപകമായി പ്രചരണം നടന്നു. ഞാൻ നിലമ്പൂർ ഇലക്ഷനിൽ 1 ഡസൻ പ്രസ്താവന പോളിറ്റ് ബ്യൂറോ അംഗം വിജയരാഘവൻ്റെ കാണിച്ചതെന്നല്ല, മലപ്പുറത്തെ പറ്റി മുഖ്യമന്ത്രി പറഞ്ഞത് കാണിച്ചല്ലോ, VS അച്യുതാനന്ദൻ പറഞ്ഞത് കേൾപ്പിച്ചല്ലോ. അപ്പം ഇവരെല്ലാവരും ഒരേ നറേറ്റീവാണ്. അപ്പം മുഖ്യമന്ത്രി പറഞ്ഞു പറയിപ്പിക്കുന്നതാണ്. സർക്കാരും ഗവർണറും തമ്മിൽ സർവകലാശാല വിഷയത്തിലടക്കം തർക്കം നടക്കുമ്പോൾ ഗവർണർ മുഖ്യമന്ത്രി കൂടിക്കാഴ്ച ഇന്ന് നടക്കും. വൈകിട്ട് 3:30 രാജ്ഭവനിലാണ് കൂടിക്കാഴ്ച. സർവകലാശാല വിഷയത്തിൽ സമവായം കണ്ടെത്താനാണ് കൂടിക്കാഴ്ച എന്നാണ് വിലയിരുത്തൽ. ഭാരതാംബ വിഷയവും സാങ്കേതിക സർവകലാശാല, ഡിജിറ്റൽ സർവകലാശാല VC-മാരുടെ നിയമനം തുടങ്ങി വിവിധ വിഷയങ്ങളിൽ ഗവർണർ സർക്കാർ പോര് നിലനിൽക്കുന്നതിനിടയിലാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കറുമായി കൂടിക്കാഴ്ച നടത്തുന്നത്. വൈകിട്ട് 3:30 രാജ്ഭവനിലാണ് കൂടിക്കാഴ്ച. സർവകലാശാല ഭേദഗതി ബിൽ, സ്വകാര്യ സർവകലാശാല ബിൽ എന്നിവയിൽ ഗവർണർ ഇനിയും ഒപ്പിട്ടിട്ടില്ല. ഇക്കാര്യങ്ങളടക്കം മുഖ്യമന്ത്രി ഗവർണറുമായി ചർച്ച നടത്തിയേക്കും. VC-മാരുടെ നിയമനത്തിൽ ഗവർണർ സുപ്രീംകോടതിയിൽ അപ്പീൽ സമർപ്പിച്ചെങ്കിലും സർക്കാർ ഇതിന് തടസ്സ ഹർജിയുമായി എത്തിയിരുന്നു. അതിനിടെ താൽക്കാലിക VC-മാരുടെ പട്ടികയും സർക്കാർ ഗവർണർക്ക് കൈമാറിയിട്ടുണ്ട്. ഇക്കാര്യത്തിലടക്കം ഗവർണർ എന്ത് നടപടി സ്വീകരിക്കുമെന്നാണ് ഇനി അറിയേണ്ടത്. കേരള യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലർ സിൻഡിക്കേറ്റ് ഏറ്റുമുട്ടലും ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി R. ബിന്ദുവുമായി നടത്തിയ ചർച്ചയെ തുടർന്ന് സമവായത്തിലേക്ക് എത്തുകയാണ്. രജിസ്ട്രാറെ സസ്പെൻഡ് ചെയ്തതടക്കമുള്ള നടപടികളിൽ നിന്ന് പിന്മാറാൻ വൈസ് ചാൻസലർ ഇനിയും തയ്യാറായിട്ടില്ല.
സിൻഡിക്കേറ്റ് യോഗം ചേരുന്നതോടെ പ്രശ്നങ്ങൾക്ക് പരിഹാരമാകുമെന്നാണ് ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങൾ വ്യക്തമാക്കുന്നത്. കേരള യൂണിവേഴ്സിറ്റി പ്രതിസന്ധിയിലും അവസാന തീരുമാനം ഗവർണറുടേതായതിനാൽ ഇന്ന് നടക്കുന്ന ഗവർണർ മുഖ്യമന്ത്രി കൂടിക്കാഴ്ച ഏറെ പ്രധാനമാണ്. അമൃത ന്യൂസ്, തിരുവനന്തപുരം. മുഖ്യമന്ത്രിയും ഗവർണറുമായുള്ള കൂടിക്കാഴ്ച സ്വാഭാവികമെന്ന് മന്ത്രി പി രാജീവ്. ഭരണനിർവഹണ സംവിധാനത്തിന്റെ ഭാഗമായി ഇത്തരം കൂടിക്കാഴ്ചകൾ അനിവാര്യമാണ്. ഭരണഘടനാ പദവിയിൽ ഇരിക്കുന്നവർ ആ ചുമതല നിർവഹിക്കണമെന്നാണ് ജനങ്ങൾ ആഗ്രഹിക്കുന്നതെന്നും മന്ത്രി പ്രതികരിച്ചു. സാധാരണഗതിയിൽ മുഖ്യമന്ത്രിയും ഗവർണറും തമ്മിലുള്ള കൂടിക്കാഴ്ചകൾ സ്വാഭാവികമാണ്. അതിനകത്ത് അസ്വാഭാവികതകളൊന്നുമില്ല. അത് നമ്മുടെ ഭരണനിർവഹണ പ്രക്രിയയുടെ ഒഴിച്ചുകൂടാനാവാത്ത ഭാഗമാണ്. കൂടിക്കാഴ്ചകളാകാം, സംഭാഷണങ്ങളാകാം, അതെല്ലാം ഭരണനിർവഹണത്തിൻ്റെ ഭാഗമായി വരുന്നതാണല്ലോ. ഇതിനകത്ത് ചർച്ചകൾ ഭരണനിർവഹണത്തിൽ ഗവർണറുടെ ഉത്തരവാദിത്വം നിർവഹിക്കാനുണ്ട്, ഗവൺമെൻറ് ഉത്തരവാദിത്വം നിർവഹിക്കാനുണ്ട്. രണ്ടു കൂട്ടരും അത്തരം കാര്യങ്ങൾ ചർച്ച ചെയ്യേണ്ടി വരുന്ന ഘട്ടങ്ങളിൽ ചർച്ച ചെയ്യാറുണ്ട്. അപ്പോൾ നല്ല രീതിയിൽ അത്തരം കാര്യങ്ങൾ പോകണം എന്നുള്ളതാണ് ഗവൺമെൻറ് നിലപാട്. ഭരണഘടനാപരമായിട്ട് ചുമതലയുള്ള ഓരോരുത്തരും ഭരണഘടനാനുസൃതമായി പ്രവർത്തിക്കുക എന്നതാണ് നാട് ആഗ്രഹിക്കുന്നത്. ആ പ്രവർത്തനത്തിലേക്ക് എല്ലാവരും വരേണ്ടതുണ്ട്. അത് തന്നെയാണ് എൻ്റെ ഭാഗം. അപ്പോൾ അത് ചർച്ച ചെയ്യേണ്ട ഭാഗം തന്നെ. നിയമത്തിനകത്ത് ഇനിയും മാറ്റങ്ങൾ വരുത്തേണ്ടതുണ്ടോ, ശക്തിപ്പെടുത്തേണ്ടതുണ്ടോ, അതോ മറ്റ് പ്രവർത്തനങ്ങളാണോ വേണ്ടത്? അത് ഓരോ നിയമത്തെ സംബന്ധിച്ചും അത്തരമൊരു പരിശോധന അതിൻ്റെ പ്രയോഗ അനുഭവങ്ങളുടെ അടിസ്ഥാനത്തിൽ നടത്തേണ്ടതുണ്ട്. ഇപ്പോൾ വന്ന വാർത്തകളുടെ പശ്ചാത്തലത്തിൽ ഭരണവകുപ്പ് ആവശ്യമുണ്ടെങ്കിൽ അവർ നടത്തുമ്പോൾ നിയമപരമായിട്ടുള്ള ഉപദേശങ്ങൾ ആവശ്യമാണെങ്കിൽ നിയമവകുപ്പ് നൽകുകയും ചെയ്യും. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനത്തിന് നാളെ തുടക്കം. പഹൽഗാം ഭീകരാക്രമണവും സിന്ദൂർ ഓപ്പറേഷനും അഹമ്മദാബാദ് വിമാന ദുരന്തവും ബീഹാറിലെ വോട്ടർ പട്ടികയിൽ തീവ്ര പരിശോധന ഏർപ്പാടാക്കിയ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പരിഷ്കരണവും അടക്കം പാർലമെന്റിൽ ചർച്ചയാക്കാൻ ഒരുങ്ങുകയാണ് പ്രതിപക്ഷം. അതിനു മുന്നോടിയായുള്ള സർവകക്ഷി യോഗം ആരംഭിച്ചു. പ്രധാനമന്ത്രിയും രാഹുൽ ഗാന്ധിയും യോഗത്തിൽ പങ്കെടുക്കുന്നില്ല. 21-ന് ആരംഭിക്കുന്ന വർഷകാല സമ്മേളനം ഓഗസ്റ്റ് 21 വരെ നീളും. അഹമ്മദാബാദ് വിമാന ദുരന്തത്തിൽ ടേക്ക് ഓഫ് സമയത്ത് വിമാനത്തിലെ വൈദ്യുതി വിതരണത്തിൽ തകരാർ സംഭവിച്ചു എന്ന് കണ്ടെത്തിയതായി റിപ്പോർട്ട്. വിമാനത്തിന്റെ പിൻഭാഗത്ത് നടത്തിയ പരിശോധനയിലാണ് കണ്ടെത്തൽ. പിൻഭാഗത്തെ ചില യന്ത്രഭാഗങ്ങൾ കത്തിയത് വൈദ്യുതി തകരാർ മൂലമുള്ള തീപിടുത്തത്തിൽ ആണോ എന്നും സംശയിക്കുന്നു. ഹോസ്റ്റൽ കെട്ടിടത്തിൽ ഇടിച്ചു നിന്ന പിൻഭാഗത്തെ ചില യന്ത്രഭാഗങ്ങളിൽ മാത്രമാണ് തീപിടുത്തം കണ്ടെത്താനായത്. പിൻഭാഗത്തെ ബ്ലാക്ക് ബോക്സ് പൂർണ്ണമായും കത്തിയമർന്നിരുന്നു. പിന്നിൽ നിന്ന് കണ്ടെടുത്ത എയർ ഹോസ്റ്റസിന്റെ മൃതദേഹം കത്തിക്കരിഞ്ഞിരുന്നില്ല. വിമാനത്തിന്റെ ട്രാൻസ്ഡ്യൂസറിൽ അറ്റകുറ്റപ്പണികൾ നടത്തിയതിനും തെളിവുണ്ടായെന്ന് റിപ്പോർട്ടിൽ പറയുന്നു. ട്രാൻസ്ഡ്യൂസറിലെ തകരാർ വിമാനത്തിലെ മുഴുവൻ വൈദ്യുത സംവിധാനത്തെയും ബാധിക്കുന്നതാണ്. ലണ്ടനിലേക്ക് വിമാനം പുറപ്പെടുന്നതിന് 1 മണിക്കൂർ മുൻപാണ് ഈ പ്രശ്നം പരിഹരിച്ചത്. കോഴിക്കോട് പേരാമ്പ്രയിൽ സ്വകാര്യ ബസ്സുകളുടെ മത്സര ഓട്ടത്തിനിടെ ബൈക്ക് യാത്രക്കാരൻ മരിച്ച സംഭവത്തിൽ നാട്ടുകാരുടെ പ്രതിഷേധം. കോഴിക്കോട് കുറ്റ്യാടി റൂട്ടിലേക്ക് ഓടുന്ന സ്വകാര്യ ബസ് തടയാനെത്തിയ യുവജന സംഘടനകളും പോലീസും തമ്മിൽ സംഘർഷമുണ്ടായി. പോലീസ് കസ്റ്റഡിയിലെടുത്തവരെ നാട്ടുകാർ ബലം പ്രയോഗിച്ച് മോചിപ്പിച്ചു. വാഹനം തടഞ്ഞ് പ്രതിഷേധിച്ച മുഴുവൻ പ്രവർത്തകരെയും പോലീസ് അറസ്റ്റ് ചെയ്തു നീക്കി. ഇന്നലെയാണ് കോഴിക്കോട് പേരാമ്പ്രയിൽ സ്വകാര്യ ബസ്സിടിച്ച് 19-കാരനായ ബൈക്ക് യാത്രികൻ മരിച്ചത്. മരുതോങ്കര സ്വദേശിയായ അബ്ദുൾ ജവാദ് എന്ന വിദ്യാർത്ഥിക്കാണ് ബസിന്റെ മത്സരയോട്ടം കാരണം ജീവൻ നഷ്ടമായത്. കോഴിക്കോട് ഭാഗത്തേക്ക് പോവുകയായിരുന്ന ഒമേഗ എന്ന സ്വകാര്യ ബസ് മറ്റൊരു ബസിനെ മറികടക്കാൻ ശ്രമിക്കുന്നതിനിടെയായിരുന്നു അപകടം. ബസിന്റെ ടയർ കയറി ഇറങ്ങിയാണ് ജവാദ് മരിച്ചത്. തുടർന്ന് അപകടമുണ്ടാക്കിയ ബസ് റോഡിൽ നിന്ന് എടുത്തുമാറ്റാൻ അനുവദിക്കാതെ പ്രതിഷേധവുമായി നാട്ടുകാർ രംഗത്തെത്തിയിരുന്നു. ഈ റൂട്ടിലൂടെ ബസ്സുകൾ സ്ഥിരമായി മത്സരയോട്ടം നടത്താറുണ്ടെന്നും അത് അവസാനിപ്പിക്കണമെന്നുമാണ് ആവശ്യം. തുടർന്ന് പോലീസ് ഇടപെട്ടാണ് ഗതാഗതം പുനഃസ്ഥാപിച്ചത്. ഇതിനു പിന്നാലെയാണ് ഇന്ന് രാവിലെയോടെ വിദ്യാർത്ഥി സംഘടനകളും യുവജന സംഘടനകളും പ്രതിഷേധത്തിനെത്തിയത്. സമരം നേരിടാനെത്തിയ പോലീസിന്റെ വാഹനത്തിന് മുന്നിൽ സമരക്കാർ റീത്തുവെച്ചു. കുറ്റ്യാടി റൂട്ടിലേക്ക് സ്വകാര്യ ബസ്സുകൾ സർവീസ് നടത്തിയാൽ തടയുമെന്നാണ് പ്രതിഷേധക്കാരുടെ മുന്നറിയിപ്പ്. ഞങ്ങൾ ചുണക്കുട്ടികളായിട്ടുള്ള ആളുകൾ ഇവിടെ ഉണ്ട്. ഒരു ബസ്സും നാളുകളിലും നിരത്തിലോടില്ല. ധൈര്യത്തോടെ പോലീസ് വാഹനം വരട്ടെ. സ്വകാര്യ ബസ്സുകൾ തടഞ്ഞ് പ്രവർത്തകർ പ്രതിഷേധിച്ച സമയത്ത് പ്രവർത്തകരെ കസ്റ്റഡിയിലെടുത്ത് നീക്കാൻ സ്വകാര്യ ബസ്സാണ് പോലീസ് ഉപയോഗിച്ചത്. ഇതോടെ കസ്റ്റഡിയിലെടുത്തവരെ ബലം പ്രയോഗിച്ച് മറ്റുള്ളവർ മോചിപ്പിക്കാൻ ശ്രമിച്ചത് സംഘർഷത്തിലേക്ക് നയിച്ചു. അതേസമയം അപകടമുണ്ടാക്കിയ ഒമേഗ ബസ് ഡ്രൈവർക്കെതിരെ ഇന്നലെ തന്നെ പോലീസ് കേസെടുത്തിരുന്നു. അപകടത്തിൽ പേരാമ്പ്ര പോലീസ് അന്വേഷണം ആരംഭിച്ചു. അമൃത ന്യൂസ്, കോഴിക്കോട്. കുഞ്ഞാലിക്കുട്ടി ഇപ്പോൾ കോഴിക്കോട് മാധ്യമപ്രവർത്തകരെ കാണുകയാണ്. തത്സമയം. നാളെ വേറെ ആൾ പറയില്ലേ? ഇങ്ങനെ പറയാൻ തുടങ്ങിയത് എവിടെ എത്തും? ഭരിക്കുന്ന ഒരു ഗവൺമെൻറ്റാണ് ഈ കാര്യത്തിന് മറുപടി പറയേണ്ടത്. അവർക്ക് ഉത്തരവാദിത്തമുണ്ട്. ഇത് ഉത്തരേന്ത്യയിലല്ല, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഭാഗത്തല്ലേ. നമ്മൾ കേട്ടിട്ടുണ്ട്. അതുപോലെ അവിടെ തൊഗാടി അത് പറഞ്ഞു, ഇവിടെ ഇത് പറഞ്ഞു, നമ്മൾ കേട്ടിട്ടുണ്ട്. പക്ഷെ കേരളത്തിലാണ്. കേരളത്തിൽ ഇത്ര വിഭാഗീയമായും വർഗീയമായും കാര്യങ്ങൾ പറയാൻ പറ്റുമോ? അത് ഏത് സമുദായ നേതാവാണ്? പണ്ട് പറഞ്ഞവരൊന്നും ഇപ്പോൾ ചിത്രത്തിലില്ല. പച്ച വർഗീയത പറഞ്ഞവരൊക്കെ
അവർ കാല യവനികൾക്കുള്ളിൽ പോയിട്ടുണ്ട്. കേരളത്തിലെ വിലക്ക് കൈക്കൂലി കേസിൽ ഇഡി അസിസ്റ്റന്റ് ഡയറക്ടർ ശേഖർ കുമാറിനെ ചോദ്യം ചെയ്യാനൊരുങ്ങി വിജിലൻസ്. ചൊവ്വാഴ്ച വിജിലൻസ് ഓഫീസിൽ ഹാജരാകണമെന്നാണ് ശേഖർ കുമാറിന് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. 2 കോടി രൂപയുടെ കോഴക്കേസിൽ 1-ാം പ്രതിയാണ് ശേഖർ കുമാർ. കേസിൽ ഇടനിലക്കാരായ 3 പേരെ അറസ്റ്റ് ചെയ്തിരുന്നു. കൊല്ലത്തെ കശുവണ്ടി വ്യവസായിക്കെതിരായ ഇഡി കേസ് ഒത്തുതീർക്കാൻ 2 കോടി രൂപ ആവശ്യപ്പെട്ടു എന്നാണ് കേസ്. തൃശൂർ പൂരം കലക്കൽ വിഷയത്തിൽ ADGP MR അജിത് കുമാറിനെ സംരക്ഷിക്കുന്ന നിലപാട് തന്റെ മനോവീര്യം കെടുത്തില്ല എന്ന് റവന്യൂ മന്ത്രി കെ രാജൻ. വിചാരിച്ചാലും കെടുത്താൻ പറ്റില്ല. ഇതൊക്കെ നല്ല തീരുമുളച്ച കമ്മ്യൂണിസ്റ്റുകാരാണ്. അതിന് മനോവീര്യത്തിന്റെ പ്രശ്നമൊന്നുമില്ല. ഞങ്ങൾക്ക് മനോവീര്യം കെടുന്ന പ്രശ്നമില്ലല്ലോ. ADGP അജിത് കുമാർ പൂരത്തിനെടുത്ത നിലപാടിനെ കുറിച്ച് 1-ാമത്തെ അന്വേഷണ കമ്മീഷനോടും 2-ാമത്തെ അന്വേഷണ കമ്മീഷനോടും മന്ത്രി എന്ന നിലയിലും ഒരു പൂരത്തിൻ്റെ സംഘാടകൻ എന്ന നിലയിലും പറയാനുള്ളതെല്ലാം പറഞ്ഞിട്ടുണ്ട്. അന്വേഷണം പൂർത്തീകരിക്കട്ടെ. അന്വേഷണം പൂർത്തീകരിച്ച് ആരാണ് കുറ്റക്കാരെന്ന് കണ്ടെത്തട്ടെ. പൂരത്തിൽ ഒരാൾ മാത്രം കുറ്റക്കാരനാണെന്ന് എവിടെയും പറഞ്ഞിട്ടില്ല. ഞാൻ ആവർത്തിച്ചു പറഞ്ഞൊരു കാര്യം, തൃശ്ശൂർ പൂരത്തിൽ രാഷ്ട്രീയമായ ലാഭം ഉൾപ്പെടെ വെച്ചുകൊണ്ട് തെരഞ്ഞെടുപ്പിൻ്റെ ഒരു ഘട്ടത്തിലായതുകൊണ്ട് അത് കലക്കാൻ ആസൂത്രിതമായ ഗൂഢാലോചന നടന്നിട്ടുണ്ട്. ഇടുക്കി മൂന്നാർ കുറ്റ്യാർ വാലിയിലെ പട്ടയ പ്രശ്നങ്ങളും വട്ടവടയിലെ നീലക്കുറിഞ്ഞി ഉദ്യാന അതിർത്തി നിർണയവും ഉൾപ്പെടെ വേഗത്തിൽ പൂർത്തിയാക്കാൻ നടപടിയുമായി റവന്യൂ വകുപ്പ്. സെപ്റ്റംബറിൽ കുറ്റ്യാർ വാലിയിലെ പട്ടയ നടപടികൾ പൂർത്തീകരിക്കുമെന്ന് റവന്യൂ വകുപ്പ് മന്ത്രി കെ രാജൻ പറഞ്ഞു. നീലക്കുറിഞ്ഞി ഉദ്യാന അതിർത്തി നിർണയ സർവേ അടുത്തയാഴ്ച ആരംഭിക്കുമെന്നും മന്ത്രി അറിയിച്ചു. മൂന്നാർ കുറ്റ്യാർ വാലിയിലെ തോട്ടം തൊഴിലാളികളുടെ പട്ടയ പ്രശ്നങ്ങളും നീലക്കുറിഞ്ഞി ഉദ്യാനത്തിന്റെ അതിർത്തി നിർണയവും വേഗത്തിൽ പൂർത്തിയാക്കാനുള്ള നടപടിയുമായാണ് റവന്യൂ വകുപ്പ് മുന്നോട്ടു പോകുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ ലാൻഡ് റവന്യൂ കമ്മീഷണർ, ജില്ലാ കളക്ടർ എന്നിവരുമായി മന്ത്രി ചർച്ച നടത്തി. കുറ്റ്യാർ വാലിയിലെ സർവേ നടപടികൾ പൂർത്തിയായി വരികയാണ്. നടപടികൾ വേഗത്തിലാക്കാൻ കൂടുതൽ ജീവനക്കാരെ നിയമിക്കും. കുറ്റ്യാർ വാലിയിൽ 10 സെന്റ് സ്ഥലം നൽകിയിരിക്കുന്ന 770 പേർക്ക് പ്ലോട്ട് തിരിച്ച് സർവേ പൂർത്തീകരിച്ചു. 842 പുതിയ പട്ടയങ്ങളും ഇവിടെ വിതരണം ചെയ്യും. 6 RIമാരും ഒരു വാഹനവും ഉൾപ്പെടെ പ്രത്യേകമായി നൽകിക്കൊണ്ട് 1 മാസക്കാലത്തിനുള്ളിൽ ആ നടപടിക്രമങ്ങൾ പൂർത്തീകരിക്കാനാണ് നമ്മൾ കരുതുന്നത്. ഒരു തടസ്സവുമില്ലാത്ത വിധത്തിൽ മുന്നോട്ട് കൊണ്ടുപോയാൽ സെപ്റ്റംബർ മാസത്തിൽ നമുക്ക് ആ മേഖലയിലെ പട്ടയം കൊടുക്കാൻ കഴിയും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. നീലക്കുറിഞ്ഞി ഉദ്യാനത്തിന്റെ അതിർത്തി നിർണയവുമായി ബന്ധപ്പെട്ട് കൊട്ടക്കാമ്പൂരിലും വട്ടവടയിലും സർവേ നടപടികൾ പൂർത്തീകരിക്കുന്നതിന് സ്പെഷ്യൽ LA ടീമിനെ നിയോഗിക്കും. നവംബർ മാസത്തോടുകൂടി സർവേ പൂർത്തീകരിക്കാൻ കഴിയുമെന്നും മന്ത്രി പറഞ്ഞു. നീലക്കുറിഞ്ഞിയുമായി ബന്ധപ്പെട്ട സെറ്റിൽമെന്റ് നടപടികൾ പൂർത്തീകരിക്കുന്നതിന് ഇടുക്കിയിലെ സ്പെഷ്യൽ LA ടീമിനെ ഇക്കാര്യങ്ങൾക്ക് കുറഞ്ഞ കാലത്തേക്ക് വിനിയോഗിക്കാൻ കഴിയുന്ന വിധത്തിലുള്ള പ്രൊസീഡിങ്സ് ഈ ആഴ്ച തന്നെ കളക്ടർ പുറത്തിറക്കും. മൂന്നാർ കുണ്ടള സാന്റോസ് കോളനിയിലെയും വാഗുവരെ SC കോളനിയിലെയും പട്ടയ നടപടികൾ വേഗത്തിലാക്കും. ഇതു സംബന്ധിച്ച പ്രവർത്തനങ്ങൾ കൃത്യതയോടെ നിരീക്ഷിക്കുന്നതിന് സബ് കളക്ടർക്ക് മന്ത്രി നിർദ്ദേശം നൽകി. അമൃത ന്യൂസ്, ഇടുക്കി. കോട്ടയം രാമപുരത്ത് ഇന്നലെ തീപ്പൊള്ളലേറ്റ ജ്വല്ലറി ഉടമ കണ്ണനാട്ട് KP അശോകൻ മരിച്ചു. കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ ഇന്ന് രാവിലെയായിരുന്നു മരണം. സാമ്പത്തിക തർക്കത്തെ തുടർന്ന് ബിസിനസ് പങ്കാളി ഇളംതുരുത്തിയിൽ തുളസീദാസ് എന്ന് വിളിക്കുന്ന ഹരി കടയിൽ അശോകന്റെ ദേഹത്ത് പെട്രോൾ ഒഴിച്ച് തീ കൊളുത്തുകയായിരുന്നു. പിന്നീട് തുളസീദാസ് രാമപുരം പോലീസ് സ്റ്റേഷനിൽ കീഴടങ്ങുകയും ചെയ്തിരുന്നു. ഇന്ത്യക്കെതിരായ 2ാം വനിതാ ഏകദിനത്തിൽ ഇംഗ്ലണ്ടിന് 8 വിക്കറ്റിന്റെ ജയം. മഴയെ തുടർന്ന് കളി തുടങ്ങാൻ 4 മണിക്കൂറോളം വൈകിയതിനാൽ 29 ഓവർ മത്സരമാക്കി ചുരുക്കിയിരുന്നു. ഡക്വർത്ത് ലൂയിസ് നിയമപ്രകാരം ഇംഗ്ലണ്ടിന്റെ ജയം. ആദ്യം ബാറ്റ് ചെയ്ത ഇന്ത്യ 29 ഓവറിൽ 8 വിക്കറ്റിന് 143 റൺസ് എടുത്തിരുന്നു. 3 മത്സരങ്ങളുടെ പരമ്പരയിൽ ഇരു ടീമുകളും ഒപ്പത്തിനൊപ്പമാണ്. വിശ്വവാർത്ത പൂർണ്ണമാകുന്നു. കൂടുതൽ വാർത്തകൾ അമൃത ന്യൂസ് യൂട്യൂബ് ചാനലിൽ കാണാം. നമസ്കാരം.